മെഡിക്കൽ കരിയറിൽ നിന്ന് വന്നുള്ള ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് എന്നുള്ളൊരു പാത്ത് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരെയും പോലെ ചെറുപ്പകാലം തൊട്ടുള്ള ഒരു സ്വപ്നമൊന്നും ആയിരുന്നില്ല എനിക്ക് സിവിൽ സർവീസ്. സർ, ഓപ്ഷണൽ എന്നുള്ളത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പം UPSC ലൈഫിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ് ശരിക്കും ഓപ്ഷണൽ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു എലമെൻറ്റ് കൂടിയാണ്. റിസൾട്ട് കിട്ടി 169 വന്ന വിനീത് ഓൾറെഡി മസൂരിക്ക് ഫൗണ്ടേഷന് പോയി. ആ വിനീത് ഇവിടെ ഇല്ല. ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തോറ്റ വേറൊരു വിനീതാണ് ഇവിടെ ഉള്ളൂ. വേണ്ട സർവീസ് ഒന്നും കിട്ടാതെ ഇരിക്കുന്ന വിനീതാണ്. ആ വിനീത് ആദ്യം തൊട്ട് UPSC പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും തരാൻ പോകുന്നില്ല. എന്ത് ചോദ്യം വന്നാൽ ആ സ്പോണ്ടേനിയറ്റി ഇൻ ആൻസർ ഇതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതെ, ഇത് ശരിക്കും ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ശരിക്കും എൻ്റെ മെയിൻസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാമിനറിനെ കൺവിൻസ് ചെയ്യുന്ന പരിപാടിയാണ്. കണ്ടന്റ് ഇല്ലെങ്കിൽ കൂടെ കണ്ടന്റ് ഉണ്ടെന്ന് കാണിക്കുക എന്നൊക്കെയുള്ള നമ്മൾ അവിടെയാണ് ഈ പറയുന്ന ഫ്രെയിം വർക്കും അപ്രോച്ചൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്നത്. വിനീതിന് പ്രിലിംസ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഫേസ് കമ്പാരിറ്റീവ്. മെയിൻസ് എനിക്ക് കുറച്ചുകൂടെ ഇപ്പൊ മെയിൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്താൽ കുഴപ്പമില്ല. പ്രിലിംസ് കുറച്ചൊരു ട്രിക്കി ഫേസ് ആണ്. ഒരു മാർക്കറ്റിൽ ഫ്ലഡിങ് ഓഫ് അൺവാണ്ടഡ് റിസോഴ്സസ് നടക്കുന്ന സമയത്ത് ഇത്തരം ക്വാളിറ്റി ഹൈ ഇമ്പാക്ട്ഫുൾ മെറ്റീരിയൽസ് അവർക്ക് എത്തുമ്പം അവരുടെയും ചാൻസസ് ആർ ഗെറ്റിംഗ് എലവേറ്റഡ്. അപ്പോൾ ആ ഒരു പോയിന്റാണ് എനിക്ക് പറയാനുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ടു എൻലൈറ്റ് സ്റ്റോപ്പേഴ്സ് ടോക്ക് സീരീസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ വിനീത് ലോഹിതാക്ഷൻ. വിനീതിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 169 മേടിച്ച് ഒരു സക്സസ്ഫുൾ ആസ്പിറൻറ്റ് എങ്ങനെ ആയിരിക്കണമെന്ന് തെളിയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് വിനീതിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. വിനീത്, ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ ബിഹാഫ് ഓഫ് ടീം എൻലൈറ്റ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വിനീത് ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അപ്പം എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, ദിസ് ട്രാൻസിഷൻ ഫ്രം ബീങ് എ ഡോക്ടർ ടു ബീങ് എ സിവിൽ സർവൻറ്റ്. റൈറ്റ് നൗ വിനീത് ഒരു IRS ഓഫീസറാണ്. സോ ദിസ് ട്രാൻസിഷൻ, സോ അത് എന്തായിരുന്നു കാരണം? സർ, പറഞ്ഞ പോലെ തന്നെ ആ ഒരു മെഡിക്കൽ കരിയറിൽ നിന്ന് വന്നുള്ള ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് എന്നുള്ളൊരു പാത്ത് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരെയും പോലെ ചെറുപ്പകാലം തൊട്ടുള്ള ഒരു സ്വപ്നമൊന്നും ആയിരുന്നില്ല എനിക്ക് സിവിൽ സർവീസ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മെഡിക്കൽ കരിയർ ചൂസ് ചെയ്ത് പിന്നീട് PG എടുത്ത് പോകാമെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്വപ്നം. അതിനുശേഷം ഞാൻ എൻ്റെ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്താണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ഡെക്കേഡ്സിൽ തന്നെയുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോവിഡ് വരുന്നതും എനിക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് ചേർന്ന് കോവിഡ് കൺട്രോൾ സെല്ലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ചെന്നൈ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഒറ്റ ഡിസിഷനും കൊണ്ട് എത്രത്തോളം പേഷ്യൻസിന് ഒരു റിലീഫ് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അവിടെ നിന്നാണ് സിവിൽ സർവീസ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, ഒരു വൈഡർ ഇമ്പാക്റ്റിന് വേണ്ടി എന്നുള്ള തീരുമാനം എടുക്കുന്നതും ട്രിവാൻഡ്രത്തോട്ട് വരുന്നതും ഭാഗ്യവശാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആവാൻ സാധിക്കുന്നതും. നമുക്ക് എല്ലാവർക്കും അറിയാം, സിവിൽ സർവീസ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സ്റ്റേജ് പ്രിപ്പറേഷൻ ഫേസാണ്. ഞാൻ ആക്ച്വലി വിനീതിനെ ആദ്യമേ പരിചയപ്പെടുന്ന 3rd ഫേസിലാണ്. അതായത് ഇൻ്റർവ്യൂയുടെ 1-on-1 ഫേസിലായിരുന്നു ഇനീഷ്യലി എനിക്ക് വിനീതായിട്ടുള്ള പേഴ്സണൽ ഇൻട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ 3rd ഫേസ് പറയുമ്പോൾ ദാറ്റ്സ് ദ ഇൻ്റർവ്യൂ ഫേസ്. ഓക്കെ, ഇൻ്റർവ്യൂ ഫേസ് ഇതിപ്പം വിനീതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് നിയർലി 7 out of 7 ആണ് വിനീതിൻ്റെ സക്സസ് റേറ്റ് ഇൻ UPSC. എന്താ ഈ 7 out of 7 എന്ന് പറയുന്നത്? 3 പ്രിലിംസ്, 2 മെയിൻസ്, 2 ഇൻ്റർവ്യൂ. ഇതിപ്പം നെക്സ്റ്റ് 8th ഇതിനു വേണ്ടി നിൽക്കുവാണ്. അതായത് അടുത്ത മെയിൻസ് സക്സസ്സിന് വേണ്ടി നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റും കൂടാണ് വിനീത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോങ് ജേർണിയിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. ആസ് ഹാപ്പൻഡ് ഇനീഷ്യലി, വിനീത് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും വിളിച്ചു, എന്നെ, ജോസഫിനെ, മഹേഷ് സാറിനെ, ഇവരെല്ലാം വിളിച്ചിട്ട് വിനീത് പറഞ്ഞൊരു വാചകം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ലൈനിൽ ഇൻ്റർവ്യൂ പോയില്ല. ഓക്കെ, അത് വിനീത് ഒരു വിഷമത്തോടെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ബട്ട് ഇൻ്റർവ്യൂ മാർക്ക് വന്നപ്പം വിനീതിൻ്റെ മാർക്ക് കഴിഞ്ഞ അറ്റംപ്റ്റായിട്ടും കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇൻ്റർവ്യൂവിൽ ഈ വെദർ ഇറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് എ കാൻഡിഡേറ്റ് ദാറ്റ് ഈസ് ബീങ് ജഡ്ജ് ഓർ ദ കണ്ടൻറ്, ബിക്കോസ് ആ എക്സ്പെക്റ്റേഷൻ താങ്കൾ
അനലൈസ് ചെയ്തത് ബേസ്ഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് യു വുഡ് ഹാവ് ആൻസേർഡ്, ബട്ട് ദേ വെർ അനലൈസിങ് സംതിങ് എൽസ്. അങ്ങനെയാണോ ഇതിനകത്തുള്ളത്? സോ തീർച്ചയായിട്ടും ആദ്യം തുടങ്ങുമ്പം നമ്മൾ പരിചയപ്പെട്ട കാര്യം ഇൻ്റർവ്യൂവിൽ വരുമ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് എൻലൈറ്റിലെയും സാറിനെയൊക്കെ എൻ്റെ പ്രിലിം സ്റ്റേജ് തൊട്ട് അറിയാം. കാരണം ഞാൻ എഴുതുന്ന ഫസ്റ്റ് ഓപ്പൺ ടെസ്റ്റ് എൻലൈറ്റിൻ്റെ പ്രിലിംസ് ഓപ്പൺ ടെസ്റ്റാണ് ഞാൻ എഴുതുന്നത്. അന്ന് അവിടെ സാറ് ഓടി നടന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശേഷം പക്ഷേ മഹേഷ് സാറിനെ ആണെങ്കിലും സാറിനെയൊക്കെ അടുത്തറിയുന്നത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ്. പിന്നെ ഈ തവണത്തെ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പം അന്ന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ഒട്ടും നമ്മൾ പറയുന്ന ഒരു കോഡിയൽ രീതിയിലായിരുന്നില്ല ഇത്തവണത്തെ ഇൻ്റർവ്യൂ പോയിരുന്നത്. എൻ്റെ ബോർഡ് സുമൻ മാമിൻ്റെ ബോർഡായിരുന്നു. കൂടുതലായിട്ടും ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിന് പേര് കേട്ട ബോർഡാണ്. അതേ രീതിയിൽ തന്നെയാണ് എൻ്റെ ഇൻ്റർവ്യൂവും പോയത്. അനവധി ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ സമയം ചോദിച്ചിരുന്നു ഒരു ക്വസ്റ്റ്യന്, ക്യാൻ ഐ തിങ്ക് ഫോർ എ മൊമെൻ്റ് എന്ന് ചോദിച്ചപ്പം നോ വി കാൻ പ്രൊവൈഡ് യു ടൈം ഫോർ തിങ്കിങ്. ഇതൊക്കെ എനിക്ക് ടോട്ടലി പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല ഒട്ടനവധി സമയങ്ങളിൽ സ്ട്രെസ് ഇൻ്റർവ്യൂ വളരെ പീക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇല്ല, വി ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ട്രൂ, ദിസ് ഇസ് ഫോൾസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള അനവധി സ്ട്രെസ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ നമ്മൾ വിചാരിച്ച രീതിയിലല്ല ഇൻ്റർവ്യൂ പോകുന്നത്. പക്ഷേ ഞാൻ അവിടെ ഒരിക്കലും കാണിച്ചിട്ടില്ല. ബോർഡിൻ്റെ മുമ്പിൽ ആ ഒരു പെർപ്ലെക്സ് സിറ്റുവേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. ഐ ട്രൈ ടു മെയിൻറ്റെയിൻ മൈ കാം ആൻഡ് കമ്പോഷർ. കാരണം ഈ സമയത്ത് നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ മഹേഷ് സാറാണെങ്കിലും പറയാറുള്ളൊരു കാര്യം അതാണ്, നമ്മളോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഇല്ലാതെയാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ട്രൈയിങ് ടു ടെസ്റ്റ് അവർ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ പെരുമാറിയത്. മാക്സിമം നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ പക്വതയോടെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഏറ്റവും അവസാനം മാർക്ക് വന്നു കഴിയുമ്പം അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്, ബോർഡ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്ട്രെസ് സിറ്റുവേഷനോട് പെരുമാറുന്നത്, എത്രത്തോളം സ്ട്രക്ചേർഡ് ആണ് നമ്മുടെ ആൻസേഴ്സ്, എത്രത്തോളം മെച്ചുവേർഡ് ആണ് നമ്മുടെ റെസ്പോൺസസ്, ഇതൊക്കെ തന്നെയാണ് ബോർഡ് നോക്കുന്നത്. കാരണം എനിക്ക് 195 ആണ് ഈ തവണത്തെ ഇൻ്റർവ്യൂവിന് ലഭിച്ചത്. ബോർഡ് തന്നതിൽ വെച്ച് വൺ ഓഫ് ദ ഹയസ്റ്റ് മാർക്സ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ പേഴ്സണാലിറ്റി തന്നെയാണ് ആ ടെസ്റ്റിൽ തീർച്ചയായിട്ടും അവർ ചെക്ക് ചെയ്യുന്നത്. അവർ പേഴ്സണാലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ കമ്പയർഡ് ടു യുവർ പ്രീവിയസ് അറ്റംപ്റ്റ് വിനീത് എന്ത് ചേഞ്ചസ് ഇൻ പ്രിപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത്? ഞാൻ ചോദിക്കാൻ കാരണം വെദർ യു വെൻറ്റ് ഇൻ എ ഫ്രീ ഫ്ലോ സ്റ്റൈൽ, ഒരു പ്രിപ്പറേഷനും ചെയ്തിട്ടില്ലായിരുന്നോ, അതോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? കാരണം ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നു, ഈ വരുന്ന ആസ്പിറൻസിന് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. വെദർ യു ഡിഡ് എനി എക്സ്ട്രാ ഫോർ ദിസ് പർട്ടിക്കുലർ അറ്റംപ്റ്റ്? സാർ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോകുമ്പോഴും അത്യാവശ്യം പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ കുറച്ചുകൂടെ മെക്കാനിക്കലായിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വെരി ലാസ്റ്റ് ഡേ ഓഫ് ഇൻ്റർവ്യൂ ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ ഒട്ടനവധി മോക്കുകളൊക്കെ എടുത്ത് എല്ലാവരും ഇപ്പോൾ കൈ നേരെ ലാപ്പിൽ വെക്കണം അല്ലെങ്കിൽ കെട്ടി വെക്കണം, ഇങ്ങനെയൊക്കെ ഓരോ രീതിയിൽ പറഞ്ഞ് ആ ഒരു മെക്കാനിക്കൽ മോഡലിലാണ് ഞാൻ പോയിരുന്നത് ഇപ്പോൾ ഞാൻ ഒരു റെട്രോസ്പെക്റ്റീവ്ലി നോക്കുമ്പോൾ. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ഉറപ്പിച്ചിരുന്നു ഈ ഒരു കാര്യം ഒരു ബാഗേജ് കൊണ്ടായിരിക്കില്ല ഞാൻ പോകുന്നത്. ഹൗ ഐ വുഡ് ബി പ്രസൻറ്റിങ് ബിഫോർ ദി ബോർഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കൈ മൂവ്മെൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഐ വാസ് ലൈക്ക് വെരി അവെയർ, എൻ്റെ കൈ അനങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ബോർഡ് എന്ത് വിചാരിക്കുന്നു ഞാൻ ആലോചിച്ച് ടെൻഷൻ ആവരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതായിരുന്നു. ഇതൊന്നും സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കൈ മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്തോട്ടെ, എൻ്റെ ഫ്രീ ഫ്ലോനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ രീതിയിൽ വരുന്ന ഒരു തടസ്സങ്ങളും ഞാൻ കൊണ്ടുവരില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാര്യം. ഒപ്പം ഞാൻ മോക്കുകളൊക്കെ ലിമിറ്റ് ചെയ്തു. ഞാൻ വളരെ നമ്മൾ നോർമലായിട്ട് പോകുന്ന യൂഷ്വൽ ഫാക്കൽറ്റി മോക്കുകളും ഒക്കെ ആയിട്ട് തന്നെ ലിമിറ്റ് ചെയ്തു. കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോൾ എൻ്റെ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം സർവീസ് കയറിയതുകൊണ്ട് എൻ്റെ IRS റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ സ്പെസിഫിക് 1-on-1s ഇരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ജോസഫ് സാറിൻ്റെ കൂടെ ആണെങ്കിൽ സ്ഥിരമായിട്ട് തന്നെ IRSനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടി ഞാൻ ഇരുന്നിരുന്നു, അല്ലെങ്കിൽ കേരള റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് സെക്കൻഡ് അറ്റംപ്റ്റിൽ കൊണ്ടുവന്നത്, അലോങ് വിത്ത് അവർ ഫ്രീ ഫ്ലോ. അതാണ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്തത്. ചില ആൾക്കാർ പറയാറുണ്ട് ഇൻ്റർവ്യൂക്ക് എപ്പോഴും നമ്മൾ മെയിൻസും പ്രിലിംസും ചെയ്യുന്ന കൂട്ട് നമ്മൾ കുറച്ചുകൂടി പ്രിപ്പറേഷനിൽ മൾട്ടിപ്പിൾ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളും അത് അറ്റൻഡ് ചെയ്തിരുന്നു. അതെ. ഓക്കെ, എത്രത്തോളം ഇത് ഹെൽപ്പ് ചെയ്തിരുന്നു? ഇനിയുള്ള ആസ്പിറൻസിന് നിങ്ങൾക്ക് ഇത് എന്താണ് അഡ്വൈസായിട്ട് പറയാനുള്ളത്? നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പം ശരിക്കും ഒരു ബെൽ ഷേപ്ഡ് കർവായിട്ടാണ് ശരിക്കും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നമുക്ക് കണക്കാക്കാവുന്നത്. നമ്മൾ ആദ്യം ആ ബെൽ ഷേപ്ഡ് കർവിൻ്റെ കയറി പോകാനായിട്ട് ഇനിഷ്യൽ നമ്മൾ ഡാഫ് നോക്കുന്നു, 1-on-1s ഇരിക്കുന്നു, പതുക്കെ മോക്കുകൾ കൊടുത്തു തുടങ്ങുന്നു.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ബെൽ ഷേപ്പ് കർവിൻ്റെ കറക്റ്റ് ആ മിഡിൽ ഭാഗത്തോട്ട് റേസ് ചെയ്ത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ആ റിയൽ ഇൻ്റർവ്യൂ പോയി കൊടുക്കണം എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു ഫിലോസഫി. നമ്മൾ ഒട്ടനവധി മോക്കുകൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ബെൽ ഷേപ്പ് കർവിൻ്റെ പീക്ക് മോക്ക് ഇൻ്റർവ്യൂസ് തന്നെ കടന്നു പോകും. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മെക്കാനിക്കൽ മോഡലിലോട്ടായിട്ട് മാറും നമ്മൾ റിയൽ ബോർഡ് ചെല്ലുമ്പോൾ. പക്ഷേ റിയൽ ബോർഡ് നോക്കുന്നത് എപ്പോഴും ഈ ഒരു വ്യക്തിത്വം ഇനി ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ലെഗസി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു, ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ലെഗസി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് അവരവിടെ ചെയ്യുന്നത്. അവർക്ക് അവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് തന്നെയാണ്. നമ്മളൊരു മെക്കാനിക്കൽ മോഡലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന് പകരം അവർക്കൊരു റോബോട്ടിനെ പിടിച്ചു വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് നമ്മൾ കൊണ്ടുവരിക, ആ ഒരു ഇന്നോവേറ്റീവ് ആസ്പെക്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരവിടെ നോക്കുന്നതും. അപ്പം മോക്കുകൾ കഴിയാവുന്നത്ര ലിമിറ്റ് ചെയ്യുക. ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് മോക്സ്, ഇപ്പോൾ ഒരു 3 to 4 വുഡ് ബി മോർ ദാൻ ഇനഫ്. കാരണം ഒരു ബോർഡിനെ ഫേസ് ചെയ്യുന്ന വിധം, എങ്ങനെ ചെയ്യണം, ആ ടെൻഷൻ എങ്ങനെ നമുക്കൊരു ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതിൽ പറ്റും, പ്രസൻറ്റേഷൻ നമ്മൾ ഇരിക്കുന്ന രീതി, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രസൻറ്റേഷൻ രീതി. ഒപ്പം ഇപ്പോൾ ഒരു ഡൽഹി ബോർഡുകളൊക്കെ ആകുമ്പം പ്രൊനൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും, എസ്പെഷ്യലി നമുക്കൊരു മനസ്സിലാക്കാൻ ചില വാക്കുകൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് സഡനായിട്ട് ബോർഡിൽ ഫേസ് ചെയ്യുമ്പോൾ ടെൻഷൻ ആവാതിരിക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഇത്രയും കാര്യമാണ് ഒരു മോക്ക് ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മൾ ലഭിക്കേണ്ടതുള്ളൂ. അതൊരു 2 മോക്ക് ഇൻ്റർവ്യൂ തന്നെ ലഭിക്കും. അപ്പോൾ ഒരു 3 to 4 ലിമിറ്റ് ചെയ്യുന്നതാണ് ഫ്രം മൈ അഡ്വൈസ് ഏറ്റവും ബെസ്റ്റ്. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു യുവർ ഇൻ്റർവ്യൂ ജേർണി. നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഒരു ഇൻ്റർവ്യൂ സ്റ്റേജിൽ നമ്മൾ ഫില്ല് ചെയ്യും. തീർച്ചയായിട്ടും. ഓക്കെ, എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? സോ ഡാഫ് എന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്ന ഒരു ബയോഡാറ്റ ഒരു CV എന്നുള്ള കാര്യമാണ്. നമ്മളെക്കുറിച്ച് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും നന്നായിട്ട് അവെയർ ആയിട്ടിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ റിയൽ ബോർഡിൽ ഡാഫിൽ നിന്നുള്ള ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അത് അറിയണം എന്നുള്ള ബാധ്യത നമ്മുടെ മേലെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ തന്നെ നോക്കുകയാണെങ്കിൽ കുറേ സ്ട്രെസ് സിറ്റുവേഷൻസ് പോയത് പുറത്ത് ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഗ്ലേഷ്യർ മെൽറ്റിംഗ്. എനിക്കറിയില്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കി. അപ്പോൾ അവരെന്നോട് ചോദിച്ചത് ബീങ് എ ഡോക്ടർ വി എക്സ്പെക്റ്റഡ് യു വുഡ് നോ. ഒരു MBBS ഡോക്ടറും ഗ്ലേഷ്യർ മെൽറ്റിങ്ങും തമ്മിൽ ബന്ധമില്ലെന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ അവർക്കും ബോധ്യമുണ്ട്. പക്ഷെ അവരവിടെ ആ ഒരു സ്ട്രെസ് സിറ്റുവേഷനാണ് നോക്കുന്നത്. പക്ഷെ ഇതേ കാര്യം എൻ്റെ അടുത്ത് ഇപ്പോൾ വൈ ഡിഡ് യു ഷിഫ്റ്റ് ഫ്രം മെഡിക്കൽ കരിയർ ടു സിവിൽ കരിയർ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് പറയാൻ എന്താണെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അതെൻ്റെ മേലുള്ള ബാധ്യതയാണ്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഹോബീസ് വയ്ക്കുന്നു. ഇപ്പോൾ ഞാനൊരു റണ്ണിങ് മാരത്തോൺ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റേസസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഫോർ എ ലോങ് ഡിസ്റ്റൻസ് റേസ്, ഹൗ യു പ്രിപ്പയർ ഫോർ ലോങ് ഡിസ്റ്റൻസ് റേസ്, ഇതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ, കേരളത്തിൽ നിന്ന് വരുന്ന നമുക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ നമ്മൾ ഡാഫിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒരു പരിധിക്ക് പുറമെ ആണെങ്കിൽ മാത്രം നമ്മുടെ പരിധിക്ക് പുറമെയാണെന്ന്. ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ ആദ്യമേ തന്നെ ഇൻ്റർവ്യൂ പോകാൻ കാരണം റൈറ്റ് നൗ ഇറ്റ്സ് എ ടൈം ഫോർ ദ നെക്സ്റ്റ് ഇൻ്റർവ്യൂ ജേർണി. അപ്പം കേൾക്കുന്ന ആസ്പിറൻസിന് അത് വളരെ ഹെൽപ്ഫുൾ ആകും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ ടെൻഷൻ അടിക്കാൻ പോകുന്ന ഇൻ്റർവ്യൂ ആണ്. കാരണം നമുക്ക് എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ റിസൾട്ട് വന്ന ഒരു 3 വീക്സിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ തുടങ്ങും. ഫസ്റ്റ് ഫേസിലുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല. അതിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ ഡേറ്റും വരും. അപ്പോൾ അവർ മിനിമം ഡാഫ് റിലേറ്റഡ് സ്റ്റേറ്റ് റിലേറ്റഡ് കാര്യങ്ങളെങ്കിലും വെൽ വേഴ്സ്ഡ് ആയിട്ടിരിക്കുക. അങ്ങനെ പുറത്തേന്നുള്ള കാര്യം നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻസ് ജേർണിയാണ്. നമ്മൾ മെയിൻസ് ജേർണിയിൽ നമുക്കത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് യുവർ ഓപ്ഷൻ ഇറ്റ്സ് ആന്ത്രപ്പോളജി, സെക്കൻഡ് നമ്മുടെ GSും SIയും കൂടെ ക്ലബ് ചെയ്യാം. സോ ഇതിനകത്ത് നമ്മൾ ആദ്യമേ ആന്ത്രപ്പോളജി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു സമയം ഇപ്പോൾ പല ആസ്പിറൻസും പുതിയതായിട്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന സമയമാണ്, സ്റ്റഡി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. സോ എങ്ങനെയായിരുന്നു വിനീത് ആന്ത്രപ്പോളജിയിലേക്ക് വരാൻ കാരണം? സർ, ഓപ്ഷണൽ എന്നുള്ളത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പം UPSC ലൈഫിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ് ശരിക്കും ഓപ്ഷണൽ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു എലമെൻറ്റ് കൂടിയാണ്. ഓപ്ഷണലിന് നമ്മളുടെ ജേർണി വളരെയധികം ഈസ് ഓഫ് ആക്കാൻ പറ്റും, നേരെ തിരിച്ച് മിസറബിൾ ആക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ വച്ചിട്ടാണ് ഞാൻ ഓപ്ഷണൽ ചൂസ് ചെയ്യാനായിട്ട് എടുത്തത്. ആദ്യത്തെ കാര്യം ഇൻട്രസ്റ്റ് ആണ്. എത്രത്തോളം ഇൻട്രസ്റ്റ് ഒരു ടോപ്പിക്കിൽ, എത്രത്തോളം നമ്മൾ ഒരു ഡെഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന ടോപ്പിക് ആയിരിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ എടുത്തത് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. നമുക്ക് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണോ,
ക്ലാസ്സസ് അവൈലബിൾ ആണോ, അതേപോലെ മെൻറ്റേഴ്സ് അവൈലബിൾ ആണോ, സ്റ്റാൻഡേർഡ് ബുക്സ് അവൈലബിൾ ആണോ, ഇതായിരുന്നു ഞാൻ സെക്കൻഡ് വെച്ചത്. തേർഡ്, നമുക്കൊരു ഓവർലാപ്പിംഗ് വിത്ത് അതർ സബ്ജക്ട്സ്. അപ്പോൾ GS നോട്ട് ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ അത് ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ്. ആൻഡ് ഫൈനലി ഞാൻ വെച്ചത് ഒരു റിലേറ്റീവ് പെർഫോമൻസ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. ഇതിൽ ടോപ്പേഴ്സ് എടുക്കുന്നതാണോ, ടോപ്പേഴ്സ് വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ഇതിനെ ഒരു ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രിഫറൻസിലാണ് ഞാൻ വെച്ചത്. സോ ഫസ്റ്റ് മോസ്റ്റ് പ്രയർ ഇൻട്രസ്റ്റ്, പിന്നെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഈ രീതിയിൽ ഏറ്റവും ലീസ്റ്റ് പ്രയർ ഓവർലാപ്പിംഗ് ആൻഡ് നമ്മുടെ റിലേറ്റീവ് പെർഫോമൻസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് മെഡിസിനെ വെച്ച് നോക്കുമ്പോൾ, ഞാൻ പഠിച്ച സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പം ഐ വാണ്ടഡ് സംതിങ് ന്യൂ. കാരണം ഇൻട്രസ്റ്റ് നമ്മൾ വീണ്ടും 4-5 കൊല്ലം കൊണ്ട് പഠിച്ചൊരു കാര്യം ഈ ഒരു ലിമിറ്റഡ് ടൈം സ്പാനിൽ റിവൈസ് ചെയ്തെത്തിക്കുക എന്നുള്ളതൊക്കെ ഡിഫിക്കൽട്ടായിരുന്നു. റിസോഴ്സസ് അവൈലബിലിറ്റിയും വളരെ മിനിമലാണ്, ടെസ്റ്റ് സീരീസ് ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പം ആന്ത്രപ്പോളജി പ്രൊവൈഡഡ് എ വെരി ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരു ക്രിപ്സ് സബ്ജക്റ്റാണ്, സെൽഫ് സ്റ്റഡി പറ്റും. ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ചെയ്തത്. അപ്പോൾ സെൽഫ് സ്റ്റഡിക്ക് പറ്റുന്ന ടോപ്പിക്കാണ്. ഈ ഒരു മാത്രമല്ല എവല്യൂഷൻ റിലേറ്റഡ് ഞാൻ പഠിച്ച ബയോളജി ആയിട്ടും റിലേഷൻ ഉണ്ട്. അപ്പം ഫ്രഷ്നെസ്സും ഉണ്ട്, നമുക്ക് എക്സ്പീരിയൻസും ഉണ്ട്. അങ്ങനെ ഒരു ബ്ലെൻഡാണ് കൃത്യമായിട്ട് ആന്ത്രപ്പോളജി തന്നത്. അതുകൊണ്ടാണ് ആന്ത്രപ്പോളജി എടുത്തത്. ഇത് ആന്ത്രപ്പോളജിയുടെ മെയിൻസ് ജേർണീൻ്റെ അകത്ത് എല്ലാ ഓപ്ഷൻസിലും പറയാറുണ്ട് യു നീഡ് ടു റൈറ്റ് ടെസ്റ്റ്. അതായത് സെൽഫായിട്ട് പോവുകയാണെങ്കിൽ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യണം. ഈ ടെസ്റ്റ് സീരീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ക്രൈറ്റീരിയയിലാണ് അത് നിങ്ങൾ ചെയ്യുന്നത്? ടെസ്റ്റ് സീരീസ് നമ്മൾ നോക്കുമ്പം ഒന്ന്, ഇത് നടത്തുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഏറ്റവും പല സ്ഥലത്തും ഇപ്പോൾ UPSC പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും സ്വയം ഇപ്പോൾ മെയിൻസ് എഴുതാതെ തന്നെ അവർ മെയിൻസ് ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട്. ഒരിക്കലും ഒരു മെയിൻസ് എഴുതാത്ത ഒരാൾക്ക് അതിനെക്കുറിച്ച് അത്രത്തോളം ഡെപ്തിൽ പറഞ്ഞു തരാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് നോക്കുക, എത്രത്തോളം ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മെൻറ്ററിന് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം. 2, നമ്മുടെ റീസെൻറ്റ് ഇയേഴ്സായിട്ട് UPSC ഒരിക്കലും സ്റ്റാറ്റിക് ബോഡിയല്ല, തീർച്ചയായിട്ടും ഫുള്ളി ഇവോൾവിങ് ആൻഡ് ഡൈനാമിക് ബോഡിയാണ്. ഇപ്പോൾ ആന്ത്രപ്പോളജിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2017 വരെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല അതിനുശേഷം വരുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 ഇയേഴ്സിൽ വരുന്ന ഈവൺ മോർ ഡൈനാമിക് ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ചില ടെസ്റ്റ് സീരീസ് എടുത്ത് നോക്കിയിട്ടുണ്ട്. അവർ 2015 അതേ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഈ തവണത്തെ ടെസ്റ്റ് സീരീസിലും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവോൾവിങ് നേച്ചർ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവോൾവിങ് നേച്ചർ വരുന്നുണ്ടോ? ആൻസർ കീസ് ഇപ്പോൾ മെയിൻസിൽ വരുമ്പോൾ ആൻസർ കീസ് ഷുഡ് ബി എലാബറേറ്റ്. നമുക്കൊരു കണ്ടൻറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആൻസർ കീസ് വരുന്നുണ്ടാവുക. ആൻഡ് വാല്യൂ അഡീഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരു ടെസ്റ്റ് സീരീസ് കാറ്റർ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ മെയിൻസ് ജേർണിയിൽ നെക്സ്റ്റ് ഇതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ GS പ്രിപ്പറേഷനാണ്. അപ്പം വിനീതിൻ്റെ GS പ്രിപ്പറേഷൻ നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഓരോ സ്റ്റേജിലും വിനീത് ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരുന്നു. ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം നമ്മൾ 7 ഡേയ്സിലാണ് യൂഷ്വലി ഫീഡ്ബാക്ക് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം എനിക്ക് 6th ഡേയിൽ കോൾ വരും വിനീതിൻ്റെ സൈഡിൽ നിന്ന്, ഫീഡ്ബാക്ക് എവിടെയെന്ന്. ദാറ്റ് വാസ് എ റിമൈൻഡർ ടു അസ് ആസ് എ ടീം. എൻ്റയർ ടീമിന് ഫീഡ്ബാക്ക് ഡിലേ ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് പോകണം. അതും ഈ 6th ഡേ കോൾ അടുത്ത ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കൺസിസ്റ്റൻസി ഇൻ പ്രിപ്പറേഷനാണ്. കാരണം ഓരോ അറ്റംപ്റ്റും ഓരോ ഫ്രഷർ, അതായത് ഒരു ഫ്രഷ് അറ്റംപ്റ്റായിട്ട് കൺസിഡർ ചെയ്ത് ഒരു സീരിയസ് പ്രിപ്പറേഷൻ പോകുന്ന ഒരു എന്താ പറയുന്ന ഒരു ജേർണി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരുന്നു. സോ ആ ഒരു കൺസിസ്റ്റൻസി വിനീത് എങ്ങനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തത്? അതായത് ഹൗ യു ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ദാറ്റ് കൺസിസ്റ്റൻസി? കാരണം you were successful in your very first attempt. So at that peak of your success, നമ്മൾ ചിലപ്പം എന്താ പറയുന്നത് ഇച്ചിരി അലസൻ ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതായത് ഓൾറെഡി ആയിട്ടുണ്ടല്ലോ, ഇനി ഇത് നമുക്ക് ആയിക്കോളൂ എന്ന്. എങ്ങനായിരുന്നു ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തത്? എനിക്ക് സാർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ സാറിന് വാട്സാപ്പിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോ ഞാൻ എഴുതിയ ടെസ്റ്റുകൾ. ഇത് പക്ഷെ കുറച്ച് ദിവസത്തേക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല, സാർ സീൻ പോലും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ മഹേഷ് സാറിന് കോൺടാക്ട് ചെയ്തിരുന്നു. സാർ വാട്സാപ്പ് കളഞ്ഞു, സാർ കുറച്ച് ദിവസമായിട്ട് 3 ടെസ്റ്റ് ഞാൻ അയച്ചിട്ടൊന്നും റെസ്പോൺസ് കിട്ടിയിട്ടില്ല എന്നുള്ള. ഉടനെ ഞാനൊരു 2 മിനിറ്റിനുള്ളിൽ സാർ തിരിച്ച് വിളിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും മഹേഷ് സാറിൻ്റെ തോട്ടിൽ നിന്നാണ്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് റിസൾട്ട് വന്ന് മഹേഷ് സാറിന് ആദ്യമായിട്ട് വന്ന് കാണുമ്പോൾ തന്നെ സാർ പറയാൻ നമ്മുടെ എത്തിയിട്ടില്ല, നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം വച്ചേക്കുക, ആ റിസൾട്ട് കിട്ടി 169 വന്ന വിനീത് ഓൾറെഡി മസൂരിക്ക് ഫൗണ്ടേഷന് പോയി. ആ വിനീത് ഇവിടെ ഇല്ല.
ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തോറ്റ വേറൊരു വിനീതാണ് ഇവിടെ ഉള്ളൂ. വേണ്ട സർവീസ് ഒന്നും കിട്ടാതെ ഇരിക്കുന്ന വിനീതാണ്. ആ വിനീത് ആദ്യം തൊട്ട് UPSC പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും തരാൻ പോകുന്നില്ല, അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള സാറാണ് ആദ്യമായിട്ട് പറയുന്നത്. ആ തോട്ട് പ്രോസസ്സാണ് ഞാൻ ആദ്യമേ തന്നെ ഇംബൈബ് ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് അറ്റംപ്റ്റ് പ്രിലിംസ് കൊടുക്കാൻ പോകുമ്പോൾ തൊട്ട് ആ പോളിസി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് റിസൾട്ട് വന്നു എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വെച്ചിരുന്നു. അതല്ലാതെ ഞാൻ കൊടുക്കുന്നത് ഫ്രഷ് അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഡെയിലി ടെസ്റ്റ് തൊട്ട് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ലാബ് സെഷൻസ് തന്നെയാണെങ്കിലും ഡെയിലി ഞാൻ നേരിട്ട് ഇവിടെ വരും, എഴുതും. ഫീഡ്ബാക്ക് ആണെങ്കിലും ഇപ്പം എനിക്ക് പറ്റിയ ചില ദിവസം നമ്മൾ പേപ്പേഴ്സ് മിക്സപ്പായി പോകുമ്പം പേപ്പർ കിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ചെയ്യും, അയ്യോ എനിക്ക് പേപ്പർ വേണം, എനിക്ക് ഫീഡ്ബാക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പോയിന്റിന് അഗെയിൻസ്റ്റ് ഗുഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് അഗെയിൻ ഹാപ്പി. അല്ല, ഒരു ദിസ് പോയിന്റ് കുഡ് ഹാവ് ബീൻ ബെറ്റേർഡ് എന്നുള്ളപ്പം ദെൻ ഐ വുഡ് ബി ഗോയിങ് കണ്ടംപ്ലേറ്റിംഗ് ഈ ഇഷ്യൂ, എങ്ങനെയാണ് അതിനെ ബെറ്റർ ആക്കാൻ പറ്റുക. സോ ഈ ഒരു പൊട്ടൻഷ്യൽ ഫോർ ഇംപ്രൂവ്മെൻ്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. എപ്പോഴും ആ ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നതനുസരിച്ച് ബെറ്റർ ആവുക എന്നുള്ള പോളിസിയാണ് ഫോളോ ചെയ്തിരുന്നത്. അത് കുറേ കൂടെ ബെനിഫിഷ്യലായിട്ട് വന്നിട്ടുണ്ട് ത്രൂ ഔട്ട് അറ്റംപ്റ്റ്. നമ്മളിപ്പോൾ മെയിൻസിലാണെങ്കിലും പ്രിലിംസിലാണെങ്കിലും ഇൻ്റർവ്യൂവിലാണെങ്കിലും ഒക്കെ ആ ഒരു റിജിഡിറ്റി വിത്ത് ഫ്ലെക്സിബിലിറ്റി, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഫ്ലെക്സിബിൾ റിജിഡിറ്റിയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ നാച്ചുറാലിറ്റി കളയാതെ എത്രത്തോളം നല്ല ഇൻപുട്സ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. വിനീത്, നമ്മുടെ UPSC മാർക്ക് ഷീറ്റ് നോക്കുമ്പോൾ GSL 400 സ്കോറുള്ള ആൾക്കാരുണ്ട്, 420 ഉള്ളവരുണ്ട്, 440+ ഉള്ളവരുണ്ട്. ഓക്കെ, ഇവരുടെ പ്രിപ്പറേഷൻ ജേർണിയൊക്കെ എല്ലാം എങ്ങാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. സോ വാട്ട് മേക്സ് ദിസ് ഡിഫറൻസ്? പക്ഷേ ദിസ് 10 or 20 മാർക്സ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി സർവീസ് മാറുന്നു, കെഡർ മാറുന്നു, നിങ്ങളുടെ എൻറ്റയർ നെക്സ്റ്റ് 30 to 35 ഇയേഴ്സ് തന്നെ മാറുവാണ് 10 to 20 മാർക്സ്. സോ വാട്ട് ഈസ് ദിസ് ചേഞ്ച്? ഈ 10 മാർക്സിൻ്റെ ഒക്കെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. കാരണം എൻ്റെ 2 ടൈമും എനിക്ക് IAS മിസ്സാവുന്ന 10 മാർക്സിൻ്റെ ഗ്യാപ്പിലാണ്. അപ്പോൾ എത്രത്തോളം ഓരോ മാർക്ക് വരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഈ 440 400 വരുന്ന ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു മൈന്യൂട്ട് കാര്യങ്ങളാണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള. മേ ബി ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കുന്നത്, എല്ലാവരും ഇൻട്രൊഡക്ഷൻ എഴുതും. ഇപ്പോൾ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ എഴുതുവാണെങ്കിൽ പ്ലെയിൻ ഒരു ഇൻട്രൊഡക്ഷൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ബോഡീനെ കോട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് കൂടും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഡയഗ്രാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതിൻ്റെ ഡെപ്ത് കൂടും. ഒരു കൺക്ലൂഷൻ, നമുക്കൊരു കൊട്ടേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കീം, ഇപ്പം നിലവിലിപ്പോൾ വികസിത് ഭാരത് എന്നുള്ളതൊക്കെ ഒരു കോമൺലി യൂസ്ഡ് കാര്യമായി. അപ്പോൾ അതൊരു ഡെപ്ത് ആഡ് ചെയ്യുന്ന കാര്യമല്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരു PM-ൻ്റെ ഒരു സെൻറ്റൻസ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഡെപ്ത് ആഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇങ്ങനെയുള്ള മൈനർ ഡെപ്തുകളാണ് ശരിക്കും നമ്മുടെ പേപ്പറിനെ മാറ്റുന്നത്. ഇപ്പോൾ 400 കിട്ടുന്ന ആളുടെയും 440 കിട്ടുന്ന ആളുടെയും പേപ്പർ കണ്ടന്റ് വുഡ് ബി ദ സെയിം. പക്ഷേ ഈ ഡെപ്ത് ആഡ് ചെയ്യുമ്പം ഓരോ ക്വസ്റ്റിനും നമുക്കൊരു മിനിമം ഹാഫ് മാർക്ക് വെച്ച് കൂടാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു 20 ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്കിപ്പോൾ ഹാഫ് മാർക്ക് കൂടി കിട്ടിയാൽ തന്നെ അത് 10 മാർക്കായി മാറും. 4 പേപ്പറിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ആ 40 മാർക്ക് ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഒരു ചെറിയ ചേഞ്ചാണ്. ഇപ്പം മാത്രമല്ല, പോയിന്റ്സ് എഴുതുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ട്രക്ചറിങ് കൊണ്ടുവരിക. ഇപ്പോൾ കേസ് സ്റ്റഡീസ് എഴുതുന്നു, വാട്ട് ഇസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സാണ് നിങ്ങൾ എടുക്കുക. എല്ലാവരും ചിലപ്പോൾ വേണമെങ്കിൽ പ്ലെയിൻലി മെഷേഴ്സ് ആയിരിക്കും എഴുതുന്നത്. പക്ഷേ ആ ഒരു 440 കിട്ടുന്ന ആൾ ചെറുതായിട്ടൊന്ന് ഷോർട്ട് ടേം മെഷേഴ്സ്, ലോങ് ടേം മെഷേഴ്സ് ആക്കുന്നു. എൻറ്റയർ സ്ട്രക്ചർ വായിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു ഓർഗാനിക് ഫീൽ ഗുഡ് എലമെൻറ്റ് മാറും. ഈ ഒരു മൈനർ ചേഞ്ചാണ് നമുക്ക് ആ 400-ഉം 440-ഉം തമ്മിലുള്ള വ്യത്യാസമായിട്ട് കൊണ്ടുവരാവുന്നത്. ഓക്കെ, ദാറ്റ് വാസ് റിയലി ഇൻസൈറ്റ്ഫുൾ. വിനീതിൻ്റെ മെയിൻസ് ആൻസേഴ്സ് ചെക്ക് ചെയ്തപ്പം ആക്ച്വലി ഞാൻ തുടക്കകാലത്തിൽ കണ്ടിരിക്കുന്ന ഒരു ആൻസർ ബണ്ണി ഗ്രാസ് ലാൻഡ്സ് വെച്ചുള്ള ഒരു ആൻസറാണ്. ഫസ്റ്റ് ഫുൾ ടെസ്റ്റിൽ GS1 ബണ്ണി ഗ്രാസ് ലാൻഡ്സ് ഞങ്ങളൊരു റാൻഡമായിട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. മേസാർ ഇട്ടൊരു റാൻഡം ചോദ്യമായിരുന്നു. നമുക്ക് എക്സ്പെക്റ്റഡ് കണ്ടന്റ് അതിനകത്ത് പെട്ടെന്ന് കിട്ടത്തുമില്ല. ആ സമയത്ത് ഉണ്ടാക്കേണ്ട കണ്ടന്റ് തന്നെയായിരുന്നു. ഒരു എക്സ്പെക്റ്റഡ് ലൈനിൽ ആൻസർ പോകുന്നില്ല. പക്ഷേ എന്ത് ചോദ്യം വന്നാലും ആ സ്പോണ്ടേനിയറ്റി ഇൻ ആൻസർ ഇതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതെ, ഇത് ശരിക്കും ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ശരിക്കും എൻറ്റയർ മെയിൻസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാമിനറിനെ കൺവിൻസ് ചെയ്യുന്ന പരിപാടിയാണ്. കണ്ടന്റ് ഇല്ലെങ്കിൽ കൂടെ കണ്ടന്റ് ഉണ്ടെന്ന് കാണിക്കുക എന്നൊക്കെയുള്ള, നമ്മൾ അവിടെയാണ് ഈ പറയുന്ന ഫ്രെയിം വർക്കും അപ്രോച്ചൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്നെ പേഴ്സണലി എനിക്ക് നമ്മൾ കുറേ തവണ പഠിച്ചിട്ട് പോയൊരു ചോദ്യത്തിനേക്കാൾ എനിക്ക് ബെറ്റർ ഇസ് ഓൾവേസ് എ ടോട്ടൽ ബൗൺസർ ക്വസ്റ്റ്യൻ. കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ വിട്ടിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് പോകും. ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എല്ലാം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും.
നമ്മളിപ്പോൾ പ്രിലിംസിന് വേണ്ടി മെയിനായിട്ട് നമ്മുടെ കണ്ടന്റ് ബിൽഡിംഗ് നടക്കുന്നത് ശരിക്കും ഞാൻ പറയുവാണ് പ്രിലിംസിലാണ്. കാരണം നമ്മൾ അത്രയും നാളിരുന്ന് പഠിച്ച കാര്യങ്ങളും കുറേ എക്സാമ്പിൾസും എല്ലാം നമുക്ക് വരുന്നുണ്ടാവും. ഇതിനൊക്കെ നമ്മുടെ മെയിൻസ് ആൻസേഴ്സിലേക്ക് കയറ്റാൻ പറ്റുന്നത് നമ്മുടെ ആ തോട്ട് പ്രോസസ്സിൽ നിന്നാണ്. ഇവിടെയാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. പ്രിലിംസിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള കാര്യം. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ബണ്ണി ഗ്രാസ് ലാൻഡ്സ് ആണെങ്കിൽ ബണ്ണി ഗ്രാസ് ലാൻഡ്സ് ഞാൻ പ്രിലിംസിൽ പഠിച്ച ഈ ഭാഗത്ത് ആണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. പക്ഷേ ഗ്രാസ് ലാൻഡ്സ് എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. എവിടെയാണ് ഗ്രാസ് ലാൻഡ്സ് വരുന്നത്, ബുഗ്യാൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു മാപ്പ് കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു രണ്ടിനെയും കാണിക്കാനായിട്ട്. പിന്നെ ഓരോ ഫീച്ചേഴ്സ് അനുസരിച്ച് എങ്ങനെയാണ് ഈ ഗ്രാസ് ലാൻഡ് മാറുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്തെത്തിക്കാം. അതേപോലെ ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമുക്ക് ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു GS1 റിയൽ എക്സാമിൽ. നമുക്ക് എന്ത് ചെയ്താൽ അറിയില്ല, കാരണം ഒരു ഓപ്ഷണൽ സ്റ്റുഡൻറ്റ് പോലും പഠിക്കുന്നില്ല ആ എലമെൻറ്റ്. പക്ഷേ ട്വിസ്റ്റർ എന്ന് പറയുന്നത് എന്തോ കറങ്ങുന്ന സാധനമാണെന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് വൈ ദീസ് ട്വിസ്റ്റേഴ്സ് ആർ മോർ കോമൺ ഇൻ ഗൾഫ് ഓഫ് കാലിഫോർണിയ, മെക്സിക്കോ എവിടെയാണ്. അപ്പോൾ ഗൾഫ് ഓഫ് ഇതാണെന്ന് പറയുമ്പോൾ വെള്ളമാണ്, വെള്ളത്തിൽ കറങ്ങുന്ന ഒരു സാധനം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റുപാടിൽ നിന്ന് സൈക്ലോൺ വെള്ളത്തിൽ വന്നാൽ നിന്ന് കറങ്ങും, അതവിടെ ടൊർണാഡോ എന്നുള്ള ഇതിലുണ്ടാവും, ടൈഫോൺ ടൊർണാഡോ എന്നുള്ളത്. ഇതിനെന്തോ ഒരു സാധനമാണ്. അപ്പോൾ ഈ ബേസിക് എലമെന്റ്സ് നമുക്കറിയാം. കറങ്ങാനായിട്ട് അപ്പോൾ എന്താ, സൈക്ലോൺ കറങ്ങണമെങ്കിൽ സെയിം ഫിലോസഫി ആയിരിക്കണം അവിടെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതേ കാര്യം നമ്മളവിടെ ട്വിസ്റ്റേഴ്സിൻ്റെ പേരിൽ എഴുതുക, പക്ഷേ നമ്മൾ ഒരിക്കലും കമ്മിറ്റ് ചെയ്യരുത് സൈക്ലോൺ ആണെന്നുള്ളത്. നമ്മൾ കാര്യം ഇത് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ സയൻറ്റിഫിക് കാര്യങ്ങളാണല്ലോ. ഒരു കാര്യം നമുക്കൊരു ബോഡിയിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമുക്ക് കോറിയോളിസ് ഫോഴ്സ് വേണം, വെള്ളത്തിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ മോയ്സ്ചർ വേണം. ഈ എലമെൻറ്റ്സ് തന്നെ വെച്ചിട്ട് എഴുതുക. സിമിലർലി ഇപ്പോൾ ഒരു IR ക്വസ്റ്റൻ ആണ്, നമുക്കൊരു ഇന്ത്യയും വേറൊരു രാജ്യവും തമ്മിലുള്ള റിലേഷനാണെന്ന് വിചാരിക്കാം. എവിടെയൊക്കെ ഇല്ലെങ്കിലും നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യം തമ്മിൽ നമുക്ക് എന്താണെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ബോഡി റിലേഷൻ ഉണ്ടാവും. യുണൈറ്റഡ് നേഷൻസിൽ എന്താണെങ്കിലും എല്ലാവരും റിലേഷൻ ഉണ്ടാവും. സിമിലർലി ഒരു ഗ്ലോബൽ കോമൺസ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ പാരീസ് അഗ്രിമെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലോബൽ സ്പേസ് ട്രീറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേഷൻ ഉണ്ടാവും. ഡയസ്പോറ, ഇന്ത്യൻസ് എത്തിപ്പെടാത്ത ലോകത്തൊരു രാജ്യമില്ല. അപ്പോൾ എന്താണെങ്കിലും പീപ്പിൾ ടു പീപ്പിൾ ടൈസ് ഉണ്ടാവും, ട്രേഡ് റിലേഷൻസ് ഉണ്ടാവും. ഇവിടുന്ന് ഒരു മുട്ടുസൂചി നമ്മൾ കയറ്റി അയച്ചാൽ കൂടെ ട്രേഡ് റിലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ വീണ്ടും ചോദിക്കാം, ഇതിനപ്പുറത്തോട്ടൊരു രാജ്യം വരെയാണ് അത്രത്തോളം നമുക്ക് കേട്ടറിവില്ലാത്തതെന്നുള്ളത്. അതിൻ്റെ മിനിമം മീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും റിലവൻസ് ഇല്ലാതെ UPSC ചോദ്യം ചോദിക്കില്ല. അത്രയും കേൾക്കാത്ത രാജ്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും നാൾ കേട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ചോദ്യം വരില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ റിലവൻസ് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് സക്സസ്ഫുള്ളി ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട്. അതായത് എന്താ പറയുന്നത്, നമുക്ക് ഉള്ള അറിവ് വെച്ച് ആൻസർ മാക്സിമം നമ്മൾ ഫിൽ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടന്റ് ഉണ്ടാകും. നമുക്കൊരു മിഥ്യാധാരണയാണ് നമ്മൾ പഠിച്ചെത്തിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന വേറൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇന്റർവ്യൂവിന് വന്ന സമയത്തുള്ള കാര്യമാണ്. മഹേഷ് കണ്ട് സെക്കൻഡ് തവണ സാറിനെ കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫീരിയോറിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഞാൻ എങ്ങനെയോ തട്ടിമറിഞ്ഞ് ഇന്റർവ്യൂ എത്തിയതാണ്, എനിക്ക് ഒട്ടും കണ്ടന്റ് ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ സാറാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, സാറാണ് ചോദിക്കുന്നത് എൻ്റെ അടുത്ത്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വിനീത് എന്നുള്ളത്, പേരിൻ്റെ മീനിങ് എന്താണ്. അപ്പോൾ ഞാൻ പറയുന്നു ലൈക്ക് ഹ്യൂമിലിറ്റി. പിന്നെ ഗൂഗിൾ എൻ്റെ അടുത്ത് പറഞ്ഞു വൺ ഹു ഈസ് നോളേജബിൾ എന്ന്. അപ്പോൾ പൊട്ടത്തരാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അപ്പോൾ മഹേഷ് സാറിൻ്റെ അടുത്ത് പേരിൽ മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞാൽ സാറ് കളിയാക്കി ചോദിച്ചു. അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു 2 ആഴ്ച പോയി ഞാൻ പിന്നെ വേറെ ഒന്നിനും പോവാതെ ഞാൻ കുത്തിയിരുന്ന് ഞാൻ കുറേ കണ്ടൻറ്റ് കയറ്റി. അതിനായിട്ട് തിരിച്ചു വന്നപ്പോഴാണ് പിന്നെ സാർ കുറേ വർക്ക് ചെയ്തൂല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടൻറ്റിൻ്റെ പേരിൽ. പക്ഷെ പിന്നീട് ചോദ്യം ചോദിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ബിൽഡ് ചെയ്ത കണ്ടന്റിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ തിങ്കിങ്ങിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് നമുക്ക് ഉള്ള കണ്ടന്റ് തന്നെ ആവശ്യത്തിലധികമാണ്. അനാവശ്യമായിട്ട് ബിൽഡ് ചെയ്തിട്ടും സ്പേസും ടൈമും നമുക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല ഈ ഒരു എക്സാമിൽ. വിനീത് നമ്മുടെ മെയിൻസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു വിനീതിനത് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത്? ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഞാൻ ഇത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാൻഡം ക്വസ്റ്റ്യൻസ് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അത് ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് എഴുതിയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം, പേപ്പർ കംപ്ലീഷൻ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് വരുമ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് ഇനിയും റാൻഡം ഹിറ്റിംഗ് പറ്റില്ല, കുറച്ചുകൂടെ ഹിറ്റിംഗ് ചെയ്യുമ്പം കുറച്ചുകൂടെ, കാരണം എനിക്ക് പിന്നെ എനിക്ക് സ്കെയിൽ ചെയ്യാണ്ടായിരുന്ന ഡിസ്റ്റൻസ് വാസ് വെരി ടഫ്. 169 നിന്ന് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്കോളം സ്പെസിഫിക് ആവണം എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രക്ചേർഡ് സ്റ്റഡി ആവശ്യമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളാണ്,
ലാസ്റ്റ് ലാപ്പ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ വെച്ച് ആൻസർ റൈറ്റിങ്ങും ചേർത്ത് പോകുന്ന ഒരു ഷെഡ്യൂളായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ എനിക്ക് അവിടെ ഡീലോണായി. നമുക്ക് ഓരോ ടോപ്പിക്സ് വൈസ് സ്പ്ലിറ്റ് തരുന്നു. ആ പെർട്ടിക്കുലർ ഇതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് എഴുതുന്നു, അതിൻ്റെ കീ വരുന്നു, നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്കും പിറ്റേ ദിവസം തരുന്നു. അപ്പോൾ ഒരു കറക്റ്റ് സ്ട്രക്ചറായിട്ട് എനിക്ക് കൂടുതൽ സ്ട്രക്ചർ ഉണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അത് നേരെ വന്ന് എഴുതിയാൽ മതി, ആ സമയത്ത് ഇവിടെ വന്നാൽ മതി എന്നുള്ള കാര്യമാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ നോക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഏകദേശം എന്താണ് ഓൾറെഡി സർവീസിലുള്ള 8-10 പേര് അന്ന് എഴുതുന്നുണ്ടായിരുന്നു. അന്ന് വന്ന് അലക്സ് ഉണ്ടായിരുന്നു, അങ്ങനെ അനവധി പേര് എഴുതുന്നുണ്ടായിരുന്നു അന്ന്. മാത്രമല്ല അന്ന് എഴുതിക്കൊണ്ടിരുന്ന 20 പേരിൽ നിന്ന് ഏകദേശം 12 പേര് ഫൈനൽ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സക്സസ് കാണിക്കുന്നതാണ്. ആ ഒരു പ്രോഗ്രാം ശരിക്കും അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നിന്ന ഒരു പ്രോഗ്രാമാണെന്നുള്ളത്. ഒപ്പം തന്നെ വീക്കെൻഡ്സിലുള്ള സെക്ഷണൽ ടെസ്റ്റുകൾ നമ്മൾ ആ വീക്കിൽ ഓരോ പാർട്ട് ബൈ പാർട്ട് പഠിക്കുന്നു. വീക്കെൻഡിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് എഴുതുന്നു, ഫീഡ്ബാക്ക് തരുന്നു. അപ്പോൾ ഒരു 4-5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫീഡ്ബാക്ക് നമുക്ക് മൾട്ടിപ്പിൾ ആളുകളിൽ നിന്ന് കിട്ടും. അതും എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നോർമലി നമുക്കൊരു മെൻറ്റർ തന്നെ ഫീഡ്ബാക്ക് തരുന്നു എന്നുള്ളതാണ്. ഇത് പക്ഷേ ഇപ്പോൾ നമുക്കൊരു 3 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ 3 സബ്ജക്റ്റിൻ്റെ ആളുകളായിരിക്കും ഫീഡ്ബാക്ക് തരുന്നുണ്ടാവുക. ഒരു ഡീറ്റെയിൽഡ് കാര്യം എക്സ്പ്ലെയിൻഡ് രീതിയിലാണ് തരുന്നുണ്ടാവുക. പ്ലസ് കീ ഉണ്ടാവുക, അതും ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു രീതിയായിരുന്നു. കീ നമുക്കൊരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് കീ കിട്ടുക. പക്ഷെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പോയിൻറ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കീ ആയിട്ടാണ് എപ്പോഴും തരാറുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ അഡീഷൻ വേറെ നമ്മൾ നോക്കണ്ട, കീ അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി. അതും ക്രിസ്പായിട്ടുള്ള രീതിയിൽ തന്നെ. പിന്നെ ഫുൾ ലെങ്ത്തിൻ്റെ ഇതിലേക്ക് വരുമ്പം എനിക്കെപ്പോഴും ഒരു 3 ആഴ്ച മുമ്പ് എക്സാം തീർക്കണം, ഫുൾ ലെങ്ത് തീർക്കണം. അപ്പോൾ ആ ഒരു ടൈം ലൈനിൽ വന്ന ഒരു ഫുൾ ലെങ്ത് എൻലൈറ്റിലായിരുന്നു. വേറെ എവിടെയും ആ ഒരു ടൈം സ്കെയിലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 1 വീക്ക് ഓപ്ഷണൽ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ഫൈനൽ ഒരു 10 days ഫുള്ളി റിവൈസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു. 3 വീക്സ് മുമ്പ് ഫുൾ ലെങ്ത് കഴിയും. വിത്തിൻ 1 വീക്ക് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഞാൻ GSൻ്റെ റിവിഷൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് ആൻസർ കീ ഫീഡ്ബാക്കും കിട്ടും. അപ്പോൾ എനിക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഫൈനൽ രീതിയിൽ ഡീലോൺ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു മെയിൻസ് പാക്കേജ് കറക്റ്റായിട്ട് ആ രീതിയിൽ എനിക്ക് വേണ്ട റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യുന്നതായിരുന്നു എല്ലാം. One final question. How was your essay preparation? സർ, എസ്സേയിലേക്ക് വരുമ്പം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് എസ്സേ അത്ര രീതിയിൽ ഒരു 100 ആയിരുന്നു എൻ്റെ സ്കോർ ആ സമയത്ത്. അപ്പോൾ മേ ബി ഇപ്പോൾ ഒരു പോയിന്റ്, മേ ബി എസ്സേയിൽ എനിക്ക് അന്നൊരു 110 ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അന്ന് തന്നെ ഒരു IAS തന്നെ കിട്ടി നിർത്താമായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ന്യൂ ദർ ഇസ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് വന്നപ്പം എസ്സേ മാക്സിമം പ്രോബബിൾ ടോപ്പിക്സിൽ എഴുതാനായിട്ട് തുടങ്ങി. കൂടുതലായിട്ടുള്ള മോസ്റ്റ് പ്രോബബിൾ ടോപ്പിക്സ്, അതേപോലെ കുറച്ച് എസ്സേസ് ബ്രെയിൻ സ്റ്റോം ചെയ്യാനും എഴുതാനായിട്ടും കൂടുതലായിട്ട് തുടങ്ങി ഫസ്റ്റ് അറ്റംപ്റ്റിനേക്കാളും. ഞാൻ സ്ഥിരമായിട്ട് അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഴുതിയാലും ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു എക്സ്ട്രാ ടെസ്റ്റ് സീരീസ് എടുത്തു. പ്ലസ് എൻലൈറ്റിൻ്റെ നമ്മുടെ നോർമൽ ടെസ്റ്റുകളിലുള്ള എഴുതി. അപ്പോൾ ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മഹേഷ് സാറിന് കൊടുക്കും ഫീഡ്ബാക്കിനായിട്ട്. കൃത്യമായിട്ട് സാറപ്പോൾ ഫീഡ്ബാക്ക് തരാറുണ്ട്, ഇതിന് എന്താണ് വ്യത്യാസം എന്നുള്ളത്. ആദ്യമൊക്കെ ഭയങ്കര അതുകൊണ്ട് തന്നെ സാറിപ്പോൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുമായിരുന്നു എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോർട്ട് മെമ്മറിയാണ്. ഞാൻ എഴുതി കഴിഞ്ഞാൽ ഉടനെ മറക്കും, എനിക്ക് ഓർമ്മ നിൽക്കില്ല. ഞാൻ എൻ്റെ ഒരു 5ാമത്തെ എസ്സേ ടെസ്റ്റ് എഴുതുമ്പം സാറ് പറയും, നീ ആ ഫസ്റ്റ് ടെസ്റ്റിൽ എഴുതിയ മറ്റേ ആ ഒരു ഡോഗ് കിഡ് റെഫറൻസ് ഇല്ലേ, ആ ഡോഗ് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന റെഫറൻസും ആ ഒരു എഡ്യൂക്കേഷൻ ഞാനൊക്കെ തലയാട്ടി എഴുതിയും യെസ് സാർ, എനിക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല. പക്ഷെ സാറിന് അത്രയും ഓർമ്മയുണ്ടാവും. സാർ അത്രയും പേപ്പേഴ്സ് ചെയ്യുന്നതാണ്, ഫിലോസഫി പേപ്പേഴ്സ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കഴിഞ്ഞിട്ടും സാർ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആ ഓർത്ത് വെച്ച് പറയുന്നത്. അപ്പം അങ്ങനെ കെയർഫുൾ ഫീഡ്ബാക്ക് ഭയങ്കരധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം സാർ തന്നെ പറയും ഗ്രാജുവലി ആ ഫീഡ്ബാക്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ടെസ്റ്റ് ആയപ്പോഴേക്കും സാറ് പറയായിരുന്നു ഇതിപ്പോൾ എല്ലാം ഡീലോൺ ആവുന്നുണ്ട്, എല്ലാ ഡയമണ്ട്. ആദ്യമൊക്കെ ഞാൻ മറ്റേ ഒരു ഓപ്പോസിറ്റ് വ്യൂ എഴുതില്ലായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര കൺസ്ട്രെയിൻഡ് ആയിരിക്കും എൻ്റെ ഫ്ലോ ഒക്കെ. അതിനുശേഷമാണ് ഞാൻ ഫ്ലോയിൽ വളരെയധികം വർക്കൗട്ട് ചെയ്തു, പാരഗ്രാഫ് ടു പാരഗ്രാഫ് കണക്ഷനും ഇതൊക്കെ. അങ്ങനെ മിനിമലിസ്റ്റിക്. അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ എസ്സേ അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോഴേക്കും എൻ്റെ സ്കോർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. എഗെയിൻ ഭയങ്കര സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആയിരുന്നു സെക്കൻഡ് ടൈം, പക്ഷേ 113 ഉണ്ടായിരുന്നു, വിച്ച് വാസ് വെരി ഗുഡ് സ്കോർ. അതാണ് ഞാൻ എസ്സേന് വേണ്ടി അപ്പം ചെയ്ത കാര്യം. ഇതിൻ്റെ ഇടയിൽ വിനീത് പറഞ്ഞായിരുന്നു എക്സ്പെക്റ്റഡ് ഏരിയാസ് യു ഐഡൻറ്റിഫൈഡ്. യെസ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന്, കാരണം എസ്പെഷ്യലി ഫ്രഷേഴ്സിനോട് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുമ്പോൾ ഒരു സെറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറയാറുള്ളൂ. അതെ അതെ അതെ. ഈ എക്സ്പെക്റ്റഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് കൺവേ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും സാർ, എക്സ്പെക്റ്റഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പ്രിലിംസിലും മെയിൻസിലും തീർച്ചയായിട്ടും എക്സ്പെക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റെഫറൻസ് അതിന് PYQ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്ന് പറയുക എൻ്റെ ഫൗണ്ടേഷൻ വാസ് റിയലി ഗുഡ്. സോ അത് ഐ എം താങ്ക്ഫുൾ ടു ദ ടീച്ചേഴ്സ് ഫോർ ദാറ്റ്, ഫാക്കൽറ്റീസ് ഫോർ ദാറ്റ്. അവർ ആ
പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് തന്നെ കൺവേ ചെയ്തുകൊണ്ട് ഐ കുഡ് ഫോക്കസ് ഓൺ ദി ഏരിയാസ്. ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ PYQs ഒക്കെ ഞാൻ അത്യാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിലിംസ് ആണെങ്കിൽ എനിക്കൊരു 2011 തൊട്ടുള്ള PYQs വിത്ത് ഓപ്ഷൻസ് എനിക്ക് മനപ്പാടായിരുന്നു. അപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ അത് ഏത് ഇയർ ആണ് ചോദിച്ചത്, അതിൻ്റെ ഓപ്ഷൻസ് എന്താണെന്നടക്കം എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഐ ഹാഡ് ഫോക്കസ്ഡ്. സിമിലർലി വിത്ത് മെയിൻസ് ഒരു 2017 തൊട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഐ വാസ് തറോ വിത്ത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന പറയാം ഒരു ക്വസ്റ്റ്യനുള്ള ഫ്രീക്വൻസി. ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഫുഡ് പ്രോസസ്സിങ് ഉറപ്പായിട്ടും ഓൾട്ടർനേറ്റ് ഇയേഴ്സ് ചോദിച്ചിരിക്കും. ഇപ്പോൾ 23 ചോദിച്ചു, 24 ചോദിച്ചില്ല, 25 ഇറ്റ് വാസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ ചോദിച്ചു. അതേപോലെ ഇപ്പോൾ ഇൻറ്റേർണൽ സെക്യൂരിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ. ബാക്കി നമ്മൾക്ക് പഠിക്കാനുള്ളത് 6 ടോപ്പിക്കേ ഉള്ളൂ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയിൽ. 3 ക്വസ്റ്റ്യൻസ് വിൽ ബി ഷോർട്ട്, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഫോക്കസ്. ഇപ്പോൾ ഗവേണൻസ് ആണെങ്കിൽ ഗവേണൻസ് വിൽ ബി ഡെഫിനറ്റ്ലി ആസ്ഡ്, LSD വിൽ ബി ഡെഫിനറ്റ്ലി ആസ്ഡ് എല്ലാ ഇയറും. പ്ലസ് ഒരു ക്വസ്റ്റൻ വേണ്ടി ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി സിറ്റിസൺസ് ചാർട്ടർ. അപ്പം ഇങ്ങനെയുള്ള നമുക്ക് സ്പെസിഫിക് പിക്കിങ്സ് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഡൈനാസ്റ്റി മാറാൻ പറ്റും, പക്ഷേ ഡൈനാസ്റ്റിയുടെ പെർട്ടിക്കുലർ എലമെൻറ്റ്സ് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റൻ വുഡ് ബി സിമിലർ. ഇപ്പോൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിരിക്കാം. ഇതിന് നമുക്കപ്പോൾ ആ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ലിറ്ററേച്ചറിനൊക്കെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയാൽ ഏത് ഡൈനാസ്റ്റി ആണെങ്കിലും പ്രിലിംസ് നോളജ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഐഡൻറ്റിഫിക്കേഷനെയാണ് നമ്മൾ പറയുന്ന എക്സ്പെക്റ്റഡ് ലൈൻസ് എന്നുള്ളത്, along with current affairs. ചിലപ്പോൾ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ 23 ചന്ദ്രയാൻ 3 ഇത് വന്നതുകൊണ്ട് ചന്ദ്രയാൻ 3 കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ആ രീതിയിലൂടെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ലൈൻസിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് PYQs നന്നായിട്ട് നോക്കുക, അതിനനുസരിച്ച് നോട്ട് ഉണ്ടാക്കി വെക്കുക. അവിടെ പോയി എക്സാമിന് മാക്സിമം ആ രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്യുക. അവിടെയാണ് മാർക്ക് കയറ്റാനുള്ള എലമെന്റ് വരുന്നത്. Now coming to the most difficult phase, the prelims phase. Yes. The so-called elimination round. തീർച്ചയായിട്ടും. ഓക്കെ. ആൻഡ് വിനീതിനോടുള്ള ഇൻട്രാക്ഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിനീതിന് പ്രിലിംസ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. കമ്പാരിറ്റീവ് മീൻസ് എനിക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഇന്ന് പോയി മീൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. മീൻസ് പ്രിലിംസ് കുറച്ചൊരു ട്രിക്കി ഫേസ് ആണ്. ബട്ട് യു ക്രാക്ഡ് ദാറ്റ് ട്രിക്ക് ഇൻ യുവർ റീസെന്റ് അറ്റംപ്റ്റ്. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് മാർക്ക് നേരത്തെ അറ്റംപ്റ്റ് കുറച്ചുകൂടി കട്ട് ഓഫിനോട് അടുത്ത് കിടക്കുന്ന മാർക്കാണെങ്കിൽ ഇപ്പോൾ കട്ട് ഓഫിനോട് ഭയങ്കരമായിട്ട് കൂട്ടി. സോ ആക്ച്വലി യു ക്രാക്ക് ദാറ്റ് UPSC കോഡ്. സോ വാട്ട് യു ഡിഡ് ഇൻ ദിസ് അറ്റംപ്റ്റ്? ഞാൻ പറയാം, പ്രിലിംസിന്റെ കാര്യത്തിൽ UPSC ഹാസ് ബീൻ കൈൻഡ് ഇനഫ് എന്നാണ് ഞാൻ പറയാം കുറേയൊക്കെ. കാരണം ഫസ്റ്റ് 2 അറ്റംപ്റ്റ് അങ്ങനെ രീതിയിൽ വളരെ മൈനർ സ്കെയിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. പക്ഷേ ദിസ് ടൈം ഇപ്പോൾ 3rd അറ്റംപ്റ്റിൽ ഐ ഹാഡ് എ മാർജിൻ ഓഫ് ഓൾമോസ്റ്റ് പ്രെഡിക്റ്റഡ് കട്ട് ഓഫിൽ നിന്ന് ഓൾമോസ്റ്റ് 25 to 30 മാർക്സിൻ്റെ മാർജിൻ ഉണ്ട്. അപ്പോൾ എനിക്ക് സമയം കുറവായിരുന്നു. സമയം ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റും 3rd അറ്റംപ്റ്റും ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് ഒരു 10 days ഉണ്ടായിരുന്നു. 3rd അറ്റംപ്റ്റ് ലെസ് ദാൻ എ വീക്ക് അതിലാണ് ഞാൻ ഇത് ചെയ്തത്. കുറേ വെരി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് മൈൻഡ് സെറ്റാണ്. ഞാൻ പറയുന്നത് ഫസ്റ്റ് കാര്യം മൈൻഡ് സെറ്റ്. കാരണം നമുക്ക് എത്രത്തോളം ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നോ അത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് അറ്റംപ്റ്റ് പോകുമ്പം ഐ ന്യൂ ഞാനിപ്പോൾ ഈ തവണ കയറിയില്ലെങ്കിൽ ഐ വുഡ് ഗോ ഫോർ FC ഫൗണ്ടേഷന് പോയി മസൂരിക്ക് പോകും. കയറിയാൽ കുഴപ്പമില്ല, ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു കാം മൈൻഡ് സെറ്റ് ഉണ്ട്. ഈ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ കാം മൈൻഡ് സെറ്റ് വാസ് ബിക്കോസ് ഓഫ് ദി റിസൾട്ട്. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് എക്സ്പെക്റ്റഡ് ലൈൻസിൽ പോകാത്തപ്പം ഐ വാസ് ഡിറ്റാച്ച്ഡ് ഫ്രം റിസൾട്ട്. ഞാൻ ഇതിൽ നിന്നും നമുക്ക് കുറച്ചുകൂടി സ്റ്റോയിക് മോഡിലേക്ക് മാറി. കൊടുക്കുന്നത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, റിസൾട്ട് ഇസ് ഓൺ ദി അതർ ഹാൻഡ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറി. അപ്പം അവിടെ വെച്ച് എനിക്ക് ആ എക്സാമിൻ്റെ യാതൊരു വിധവും ഇത്തവണ ഞാൻ അതുകൊണ്ട് വേറെ പ്രാക്ടീസോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു ടെസ്റ്റെങ്കിലും ഞാൻ റിയൽ എക്സാം സിറ്റുവേഷനിലൊക്കെ എഴുതിയിട്ടൊക്കെ പോകാറ്. ഈവൻ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഞാൻ റിയൽ എക്സാം സിറ്റുവേഷനിൽ ഒരു ടെസ്റ്റൊക്കെ എഴുതിയിട്ടാണ് പോയത്. ഇതവണ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തില്ല, വളരെയധികം കാമായിരുന്നു. PYQs നോക്കിയിരുന്നു, ഞാൻ ഒരു ഫുൾ ലെങ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എൻലൈറ്റിൻ്റെ. അതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോക്കസ് ഏരിയാസ് മാത്രം നോക്കി പോവാണ് ചെയ്തത്. ലക്ഷ്മികാന്തിൻ്റെ ജസ്റ്റ് കുറച്ച് സമ്മറിയും മോഡേൺ ഹിസ്റ്ററി സമ്മറിയൊക്കെ നോക്കിയാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പം ഞാൻ പ്ലേ ടു ദ ഗ്രൗണ്ട് എന്ന് പറയുന്ന പോലെ പ്ലേ ടു ദ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായി 3 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം ടൈം ടേക്കിംഗ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. കറണ്ട് അഫെയർസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മുടെ ലോജിക് ഉപയോഗിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അത് ഞാൻ ചെയ്ത് എൻ്റെ അറ്റംപ്റ്റിലേക്ക് ഞാൻ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട സഫീഷ്യൻറ്റ് അറ്റംപ്റ്റ് വെൽ ഓൺ ടൈമിൽ തന്നെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടെ ലാസ്റ്റിൽ എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റി. അറിയാത്ത ചോദ്യങ്ങൾ വിടുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ അതേപോലെ ഞാൻ ഈ തവണ വേറൊരു കാര്യം നോക്കിയത് അറ്റംപ്റ്റ് നമ്പർ കൂട്ടുക എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണെങ്കിലും 25% പ്രോബബിലിറ്റി ഉണ്ട് കറക്റ്റ് ആവാനായിട്ട്. അപ്പോൾ ഒരെണ്ണമെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഡൂയിങ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ദർ ആർ ഹയർ പ്രോബബിലിറ്റി വിൽ ഗെറ്റ്
ഓൺ എ നെറ്റ് പോസിറ്റീവ് റിസൾട്ട്. പ്രോബിലിറ്റി വെച്ചിട്ടാണ്, മാത്സ് വെച്ചിട്ട് പറയുന്നതാണ്. ആ ഒരു എലമെൻറ്റിൽ ഞാൻ ഫോക്കസ് ചെയ്തു. ദാറ്റ് വർക്ക്ഡ് ഔട്ട്. എലിമിനേഷൻ ടെക്നിക്സ് വെച്ചിട്ടും അതേപോലെ ലോജിക്കൽ ടെക്നിക്സ് വെച്ചിട്ടും. ഏറ്റവും നല്ല ഫോക്കസ് എനിക്ക് തോന്നുന്നു ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ള CSAT കുറിച്ചിട്ടാണ്. കാരണം ഇത്തവണയാണെങ്കിൽ ചിലപ്പം ഈ പേപ്പേഴ്സ് ഇപ്പോൾ GS അത്യാവശ്യം കുട്ടികൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്, പിള്ളേരാണെങ്കിലും അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ PYQ ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ CSAT ഇസ് എ വെരി ബിഗ് പാർട്ടി സ്പോയിലർ. ഈ സമയത്ത് കുട്ടികൾ നോക്കുന്നത് വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 23 പ്രിലിംസ് കഴിഞ്ഞതോടെ എല്ലാവരും CSAT ഒരു അൺവാണ്ടഡ് പ്രയോറിറ്റി ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒരു കാരണവശാലും പഠിക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വേറെ ഏരിയാസിൽ ഈസി ആയിട്ട് ഉണ്ടാവും. കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിയൽ 10th ഉം 12th തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ചെയ്യാൻ ഉണ്ടാവില്ല. അതിപ്പോൾ ഒരാഴ്ചയിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ ഈ അറിയാവുന്ന മേഖലയോടെ കളയുന്നതാണത്. നേരെ മറിച്ച് ഒരു നമ്പർ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് തന്നെ ഒരു 10-20 ചോദ്യമെങ്കിലും മിനിമം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫോക്കസ് ഏരിയാസിൽ CSAT കൊടുക്കുക. ആൻഡ് ഒരു ഡിസംബറിന് ശേഷം ജനുവരി തൊട്ട് നന്നായിട്ട് തന്നെ CSAT വീക്ക് ആണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക. അതിനുവേണ്ടി ഒരു 1 or 2 hours പറ്റുവാണെങ്കിൽ ഡെയിലി കൊടുക്കുക ഫ്രം ഡെയിലി ഷെഡ്യൂൾ. കാരണം ഏറ്റവും അവസാനം നമ്മൾ GS ക്രാക്കായിട്ട് CSAT പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ബാഡ് ഫീലിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇതുകൂടി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻലൈറ്റിൻ്റെ പ്രിലിംസ് പ്രിപ്പറേഷൻ എത്രത്തോളം വിനീതിനെ ഹെൽപ്പ് ചെയ്തിരുന്നു? സർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എൻലൈറ്റിൻ്റെ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്പൺ ടെസ്റ്റിൻ്റെ സൈഡിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഒരു റിയൽ എക്സാം സിനാരിയോയിൽ വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്. നമ്മളിപ്പോൾ പാനിക് കൊണ്ട് നമുക്ക് തെറ്റായി പോകുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് പക്ഷേ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ് ആദ്യമായിട്ട്. അതിനുശേഷം ഒരു ഫുൾ ഓൺ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നത് സെക്കൻഡ് അറ്റംപ്റ്റിലാണ്. ആ സമയത്ത് ഉള്ള ഫുൾ ലെങ്ത് ടെസ്റ്റുകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടുത്തെ കൂടുതലും ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ. അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ എഫക്റ്റ് ശരിയാന്ന് വിചാരിക്കുന്ന മൊത്തം. അതെ, ശരിക്കും നമ്മൾ കൺസെപ്റ്റ് യൂസ് ചെയ്യണമെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സെക്കൻഡ് അറ്റംപ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം സോൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ നേരം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടും എന്തൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അങ്ങനത്തെയൊക്കെയുള്ള അനലിറ്റിക്കൽ ബേസ്ഡിലുള്ള. ഒപ്പം ആൻസർ കീസും. ഇപ്പം ആൻസർ ഞാൻ പൊതുവേ ആൻസർ കീസ് കുറച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ എൻ്റെ ഇതിൽ വായിക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആൻസർ കീ വായിക്കാൻ ഭയങ്കര ബോറടിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യും. കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ നോക്കാൻ നിൽക്കില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആൻസർ കീസ് വളരെ ക്രിസ്പാണ്. നമുക്കൊരു പാരഗ്രാഫിനുള്ളൊക്കെ തീരുന്നുണ്ട്, നമുക്ക് ക്രിസ്പ് പെട്ടെന്ന് തന്നെ നോക്കി എത്തിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആൻസർ കീസ് വളരെയധികം സ്യൂട്ടബിൾ. ഒരു 30 പേജിനുള്ളിലൊക്കെ മൊത്തം ആൻസർ കീസ് തന്നെ തീരും. അപ്പോൾ അതും ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ നമുക്ക് ഈ റിവിഷൻ സെഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റിൽ പ്രത്യേകിച്ച് എനിക്ക് ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഹിസ്റ്ററി ടൈം ലൈനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഈ മൈസാറപ്പോൾ പറയായിരുന്നു, ലൈക്ക് നീ ഇട്ടിട്ട് ഒരു 2x അങ്ങനെ ഇട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാൻ മൂഡില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് നോക്കി എത്തിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് പ്രിലിം സ്റ്റേജിൽ ഹെൽപ്ഫുള്ളായിരുന്നത്. ബിഫോർ വൈൻഡിങ് അപ്പ്, യൂഷ്വലി വിനീത് ഫീഡ്ബാക്സിന് വരുമ്പോൾ വിനീതിന് ഞങ്ങൾ കുറേ ഫീഡ്ബാക്സ് തരാറുണ്ട്. അതെ, അലോങ് വിത്ത് ദാറ്റ് വിനീത് ഞങ്ങൾക്കും കുറേ ഫീഡ്ബാക്ക് തരും. ഓക്കെ, ആൻഡ് ഈ ഫീഡ്ബാക്സ് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളതാണ്. സോ വാട്ട് ഫീഡ്ബാക്സ്, അല്ലെങ്കിൽ എന്താണ് ടീം എൻലൈറ്റിനോട് താങ്കൾക്ക് തരാനുള്ള അഡ്വൈസ്? ഞാൻ പറയുന്ന പോലെ തന്നെയാണ് എനിക്ക്. കാരണം ക്വാളിറ്റി വൈസോ അല്ലെങ്കിൽ അക്കാഡമിക് വൈസോ എനിക്കൊന്നും പറയാനില്ല. കാരണം അത് ഓൾറെഡി ഡൺ വെരി വെൽ എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ എപ്പോഴും ഈ ക്വാളിറ്റി നമ്മൾ പുറത്തോട്ട് എത്തിയാലാണ് കാര്യമുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എൻലൈറ്റിൽ കണക്ട് ആവാനായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ ആവേണ്ടി വന്നു. അതിന് മുമ്പ് എനിക്ക് അറിയണ്ടായിരുന്നില്ല എൻലൈറ്റിൻ്റെ വ്യത്യസ്ത പ്രോഗ്രാംസ് ഒന്നും തന്നെ. പക്ഷേ എഫക്റ്റ് ഞാൻ താമസിച്ചിടത്തോളം 500 മീറ്ററേ ഉള്ളൂ എൻലൈറ്റിലേക്ക്. എന്നിട്ട് തന്നെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് എലമെൻറ്റ്സ് എന്നുള്ളത്, ആളുകളിലേക്ക് എത്തിക്കുന്ന എലമെൻറ്റ്, ഇത്രയും ക്വാളിറ്റി പ്രോഗ്രാംസ് ഉള്ളപ്പം അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയും. മഹേഷ് സാറിനോടാണെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അപ്പം ആ ഡിസേർവിങ് ഹാൻഡ്സിലോട്ട് ആ ക്വാളിറ്റി മെറ്റീരിയൽ എത്തുമ്പോഴാണ് അതിൻ്റെ റിയൽ ക്വാളിറ്റി മീറ്റ് ചെയ്യുക. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയും ആ ഡിസേർവിങ് ഹാൻഡ്സിലോട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക. ഈ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ക്വാളിറ്റി ആളുകളും അറിഞ്ഞു വരട്ടെ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാവുക. കുട്ടികൾക്കാണെങ്കിലും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഫ്ലഡിങ് ഓഫ് അൺവാണ്ടഡ് റിസോഴ്സസ് നടക്കുന്ന സമയത്ത് ഇത്തരം ക്വാളിറ്റി ഹൈ ഇമ്പാക്ട്ഫുൾ മെറ്റീരിയൽസ് അവർക്ക് എത്തുമ്പം അവരുടെയും ചാൻസസ് ആർ ഗെറ്റിംഗ് എലവേറ്റഡ്.
അപ്പോൾ ആ ഒരു പോയിന്റാണ് എനിക്ക് പറയാനുള്ളൂ. അതർവൈസ് ഇറ്റ്സ് ഓൾ ഗുഡ്. Okay, thank you, Vinny. The advice we will, as a team, we would definitely try to inculcate. Okay. Thank you, sir. And on behalf of Team Enlight, once again, we would like to congratulate you on a very successful bureaucratic journey. Thank you, sir. And also very big thanks from my side to Team Enlight as well. Thank you.